ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അജൂസ് വ്ളോഗ്സ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോലാലംപൂരിലെ പ്രശസ്തമായിട്ടുള്ള അക്വേറിയ KLCCയിലാണ്. മലേഷ്യയിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ അക്വേറിയങ്ങളിലൊന്നാണ് അക്വേറിയ KLCC. ഇത് ദിവസവും രാവിലെ 10 മുതൽ 8 മണി വരെയായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. 7 മണി വരെ ഇവർ ലാസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും. അക്വേറിയ KLCC മൊത്തം നിങ്ങൾക്ക് കണ്ടു തീർക്കാനായിട്ട് നമുക്ക് എടുത്തത് ഒരു 2.5 മണിക്കൂറാണ്. നിങ്ങൾ കുറച്ചും കൂടി സ്ലോലി നടന്ന് എല്ലാം കുറച്ചും കൂടി പതുക്കെ നടക്കുവാണെങ്കിൽ 3 മണിക്കൂർ അത്രയും മിനിമം എടുക്കത്തുള്ളൂ. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഐറ്റിനറി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അക്വേറിയയ്ക്കുള്ള ടൈം ആയിട്ട് ഒരു 3 hours ഒക്കെ വെച്ചാൽ മതിയാവും. പിന്നെ ഇവിടെ കാണാനായിട്ട് ഒരുപാട് രസമുള്ള കാഴ്ചകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു ബഫർ ഫിഷ് എന്ന് പറയുന്നത്. അതിങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ വേണ്ടി ഞാൻ നിന്നു, പക്ഷെ അത് വീർത്തില്ല. അതിന് കുറേ സംഭവങ്ങളൊക്കെ വേണം. പിന്നെ അതുപോലെ നമ്മൾ കാണാനുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ടണലായിരുന്നു. അണ്ടർ വാട്ടർ ടണലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 90 മീറ്റർ നീളത്തിലുള്ള അണ്ടർ വാട്ടർ ടണലാണ്. അവിടെ ഒരു മൂവിങ് വോക്ക് വേ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറുന്നത് കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ പൊക്കോളും. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ പതുക്കെ കണ്ടുപോവാം. പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അത് വർക്കിംഗ് അല്ലായിരുന്നു. അതിന് മുകളിൽ കുറേ ആൾക്കാർ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് വർക്കിംഗ് അല്ലായിരുന്നു, അത് ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. സം റീസൺസ് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ കടലിൽ കൂടെ പോകുന്ന പോലെയാണ്. വെള്ളം നമ്മുടെ മേത്ത് തട്ടില്ല, പക്ഷെ നമ്മുടെ തലയിൽ കൂടെയും സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നിറച്ച് മീനുകൾ പോകുന്നുണ്ടായിരിക്കും. വലുതാണ് കേട്ടോ. ഇതിൻ്റെ വട്ടം ക്യാമറയിൽ കാണുമ്പോൾ അറിയാത്തതാണ്, നല്ല വലിയതാണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. നല്ല രസമുണ്ടായിരുന്നു ഇവരെ കാണാനായിട്ട്. അതുപോലെ നമ്മൾ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് ഫിഷുകൾ, എനിക്ക് ചിലതിനൊന്നും പേരൊന്നും അറിയത്തില്ല കേട്ടോ. ചിലതിന് നല്ല ഒട്ടുമിക്കണത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആ വരുന്ന ആളാണ് ഷാർക്ക്. ഈ ഷാർക്കിൻ്റെ പല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല കൊരകൊര കുറേ പല്ലുകൾ അതിൻ്റെ വായിലുണ്ട്. നല്ല രസമായിരുന്നു ഈ ഷാർക്കിനെയും കാണാനായിട്ട്. ഞങ്ങൾ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പല്ല്. കണ്ടോ, താഴത്തേക്കൊക്കെ പല്ലൊക്കെ നീങ്ങി നിൽക്കുന്നത്. എന്നെ പലപ്പോഴും ഈ ഷാർക്ക് പല്ലാണ് എനിക്കിത് പറയാറുണ്ടായിരുന്നു. പക്ഷെ അല്ല, എൻ്റെ പല്ല് ഷാർക്ക് പോലെയല്ല. ഇനി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ആമേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, കുറേ എണ്ണത്തിനെ കണ്ടു. പക്ഷേ ഒരെണ്ണം കറക്റ്റ് നമ്മുടെ തലയുടെ മീതെ കൂടെ ഇങ്ങനെ പോയി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് മുന്നോട്ട് ഇങ്ങനെ പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ രസകരമായ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ശരിക്കും ഒരു കടലിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന പോലെയാണ് നമുക്ക് ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ ഫീൽ ചെയ്യുക. നമ്മളിവിടെ വന്ന് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ അഡ്മിഷൻ എടുത്ത് ഉള്ളിലേക്ക് കയറി ആദ്യം കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിരാനകളെ ആയിരുന്നു. നമ്മുടെ കാർട്ടൂൺസിലും മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള വലിയ വലിയ കൂർക്കം പല്ലുകളൊക്കെയുള്ള പിരാനകൾ. ഞാനത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിരാനേനെ എൻ്റെ കയ്യിലായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നു. ഞാനാണ് ആ വീഡിയോ എടുത്തത്, പിരാനയുടെ നമ്മൾ എൻട്രി ചെയ്യുന്ന വീഡിയോസൊക്കെ. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസൊല്യൂഷനും സംഭവം എന്തൊക്കെയോ കയറ്റി ഇട്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് എനിക്ക് ക്യാമറയിൽ പിരാനേനൊക്കെ കാണാൻ പറ്റി. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ പോയി. നെക്സ്റ്റ് ടൈം ഇതിൽ ഞാൻ എടുക്കില്ല, കാരണം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോകും. എപ്പോഴും അങ്ങനെയാണ്. സോ ഇതെന്തോ മിസ്സായിപ്പോയി ആ വീഡിയോ. അതുകൊണ്ടാണ് കേട്ടോ അത് കാണാതിരുന്നത്. അപ്പോൾ നിങ്ങൾ KLCC അക്വേറിയയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള അക്വേറിയങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്, ഞാനിതുവരെ കണ്ടതിലൊക്കെ വെച്ചിട്ട് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും കാണാൻ തോന്നിയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിരാനയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടണലൊക്കെ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷേ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കാണാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ജെല്ലി ഫിഷുകൾ ഉണ്ടായിരുന്നു. പിങ്ക് കളറിലുള്ളത്, വൈറ്റ് കളറിലുള്ളത്, പിങ്കിൻ്റെ ചുറ്റും വള്ളി പോലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സയൻറ്റിഫിക്കലി സംതിങ് അതെനിക്കറിയത്തില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട്. കുട്ടികൾക്ക് കൊണ്ടുവന്നാലും പാരൻസിന് വന്നാലും ഒക്കെ നമുക്കായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളുടെ ഐറ്റിനറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു യാത്രയാണ്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. എൻജോയ് ദ വീഡിയോ ഗൈസ്.
ഗൈസ്, നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഷോപ്പിംഗ് ഏരിയ ആണുള്ളത്. ഷോപ്പിംഗ് ഏരിയയിൽ മെയിനായിട്ട് ഈ ഫിഷ് തീംഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടുന്ന് കുറേ ഫിഷിൻ്റെ തീമിലുള്ള കീ ചെയിൻസ്, ക്യാപ്പുകൾ, അങ്ങനത്തെ കുറേ ഹാൻഡ് ബാഗുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഫിഷിൻ്റെ ആ ഒരു തീമിലുള്ളത് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ടൈം നമ്മളുടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതായിരിക്കും. താങ്ക് യു ഗായ്സ്. ബൈ ബൈ.